ശ്രീ കുറുക്കോളി മൊയ്തീൻ. സർ, ഈ സർക്കാർ വന്നതിന് ശേഷം മദ്യഷാപ്പുകളുടെ എണ്ണം ഏറെ വർദ്ധിച്ചു. ഈ മദ്യഷാപ്പുകളുടെ വർധനവനുസരിച്ച് തന്നെ മദ്യപാനികളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ വർദ്ധിച്ച് കുട്ടികളിലേക്ക് പോലും ഇത് വളരെ വലിയ വ്യാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേരള കൗമുദിയിലാണ് ഈ അടുത്തൊരു വാർത്ത വായിക്കുകയുണ്ടായി. 1057 വിദ്യാലയങ്ങൾ മദ്യ ലഹരി മാഫിയയുടെ പിടുത്തത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് സൂക്ഷിക്കാൻ പോലും സംവിധാനങ്ങളുണ്ട് എന്നാണ് പത്രത്തിലെ വാർത്ത വായിക്കാൻ കഴിഞ്ഞത്. ഇത് തടയാൻ എന്തൊക്കെ നടപടികളാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്? കുട്ടികളിലെ വ്യാപനം തടയാൻ എന്തൊക്കെ മാർഗങ്ങൾ നമുക്കുണ്ട്? എന്തൊക്കെ മിനിസ്റ്റർ പ്ലീസ് ചോദ്യോത്തരത്തിന്റെ സമയത്ത് ഇങ്ങനെ അണ്ണസറി കമന്റ്സ് പറയില്ല പ്ലീസ് മിനിസ്റ്റർ. സർ, ഞാനത് ആണ് നേരത്തെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് വിശദമായി പറഞ്ഞത്. എന്നെല്ലാമാണ് സ്കൂളുകളിലെ ലഹരിയുടെ സ്വാധീനം തടയാൻ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളെന്ന് വിശദമായി തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. 30,000-ലേറെ സ്കൂൾ പരിസര പരിശോധനകൾ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ നടത്തിയിട്ടുണ്ട്. ആ പരിശോധനകൾ തുടരുകയുമാണ്.